കൃഷ്ണ ഗുരുവായൂരപ്പ, നാളെ കളപാട്ടാണ് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളപാട്ടം 26-ാം തീയതിയാണ്. അതായത് മണ്ഡല മാസത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഡിസംബർ 26-ന് ആണ് കളപാട്ടം. മണ്ഡലം തുടങ്ങുന്ന അന്ന് മുതൽ 40 ദിവസത്തെ പഞ്ചഗവ്യ അഭിഷേകത്തിന് ശേഷം 41-ാമത്തെ ദിവസം നടക്കുന്ന പ്രത്യേക ചടങ്ങാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വർഷത്തെ നമ്മുടെ ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും ഒക്കെ കേട്ട് ഗുരുവായൂരപ്പൻ്റെ ചെവിയൊക്കെ ആകെ, അതായത് അത്രയും തലയിലൊക്കെ അത്രയും ചൂട് ആയിട്ടുള്ള ആ ഒരവസ്ഥ, അതായത് സ്ഥിതി ആണല്ലോ അദ്ദേഹത്തിൻ്റെ കർമ്മം. ആ സ്ഥിതി നിയന്ത്രിക്കുന്ന നമ്മൾ പറയും, നമ്മൾ ഗുരുവായൂരപ്പ കൃഷ്ണ എനിക്ക് അത് വേണേ, ഗുരുവായൂരപ്പ കൃഷ്ണ എനിക്ക് ഇത് ശരിയാക്കി തരണേ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ട് കേട്ട് അദ്ദേഹത്തിൻ്റെ ശിരസ് ഇങ്ങനെ ചൂടായിട്ട് നിൽക്കാവും. അപ്പം അന്നത്തെ ഒരു ദിവസം വർഷത്തിലൊരിക്കൽ അതിനെ തണുപ്പിക്കാനായിട്ട് 41-ാമത്തെ ദിവസം കളഭം കൊണ്ട് സാധാരണ നമ്മൾ കളഭാലങ്കാരം ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ആ വിഗ്രഹം മുഴുക്കെ, ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുക്കൻ കളഭം കൊണ്ട് അഭിഷേകം നടത്തുകയാണ്. അത് പ്രത്യേക ഇതാണ്, അതായത് കളഭക്കൂട്ട് പ്രത്യേക ചടങ്ങാണ്. അങ്ങനെ സ്വർണ്ണക്കുടത്തിലാക്കിയിട്ടാണ് തന്ത്രി ആണ് അത് ചെയ്യുക. പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് അഭിഷേകം ചെയ്യുക. ആ അഭിഷേകം തന്നെ പിറ്റേ ദിവസം പുലർച്ചെ നിർമാല്യം വരെ കളഭത്തിൽ ആറാടിയ കണ്ണനെ കൺകുളിർക്കെ ദർശിക്കാനാവും. അതായത് ചുരുക്കി പറഞ്ഞാൽ നാളെ വേറെ അലങ്കാരം ഉണ്ടാവില്ല, ഉച്ചപൂജ അലങ്കാരം ഇല്ല. ആകെ ഈ കളഭം കൊണ്ടുള്ള അലങ്കാരം മാത്രമാണ് ഉണ്ടാവുക കേട്ടോ. മൊത്തത്തിൽ ആ കളഭത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആ മഞ്ഞ കളറിൽ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് നമുക്ക് ആ ചതുർബാഹുവായ ആ വിഗ്രഹത്തെയാണ് കാണാൻ കഴിയുക. ആ കളപാട്ടത്തിനുള്ള കളഭം പുരാതന കാലം മുതൽ തന്നെ കോഴിക്കോട് സാമൂതിരിരാജയുടെ വഴിപാടാണ്. മറയൂർ ചന്ദനം, കാശ്മീർ കുങ്കുമം, പനിനീര്, പച്ചക്കർപ്പൂരം, കസ്തൂരി, ഗോരോചനം തുടങ്ങിയ വിശിഷ്ട സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ കളഭക്കൂട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ മനോഹരമായ ആ ഒരു കർമ്മം നാളെ പന്തീരടി, അതായത് നിഴലിന് 12 അടി ആകുന്ന സമയത്ത് ഭഗവാന്റെ പന്തീരടി പൂജ നടക്കും. ആ പന്തീരടി പൂജ നടക്കുന്ന സമയം മുതൽ പിറ്റേ ദിവസം നിർമാല്യം, അതായത് 3 മണി വരെ ആ കളഭത്തിൽ ആറാടിയ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെയാണ് ദർശിക്കാൻ കഴിയുക. അപ്പോൾ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പുമായിട്ട് അടുത്തുള്ള ആളുകളൊക്കെ അങ്ങനെ വരിക. തിരക്കുണ്ടാവും. ഇന്നൊക്കെ ഇതുവരെ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത്രയ്ക്കും തിരക്കാണ്. ശിവേലി ഒരുപാട് വൈകിട്ടാണ് ആവുന്നത്, അത്രയും തിരക്ക് അവധി ദിവസമായത് കാരണമാണ്. അപ്പോൾ നാളെയും അതിൻ്റെ അതുണ്ടാവും. കാരണം മണ്ഡലം 41 എന്നുള്ളതും ഈ കളപാട്ടത്തിൻ്റെ പ്രസക്തിയും. അപ്പോൾ എല്ലാവരും ആ കളഭത്തിൽ ആറാടിയ ആ ഉണ്ണിക്കണ്ണനെ, ഗുരുവായൂരപ്പനെ, ചതുർബാഹുവായ വിഗ്രഹത്തെ കണ്ട് തൊഴാൻ എല്ലാവർക്കും കഴിയട്ടെ. തൊഴാൻ പറ്റുന്നവർക്കൊക്കെ തൊഴാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ. എല്ലാവരെയും ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തിൽ ഉള്ള കളഭം കൊണ്ടുള്ള ആറാട്ട് കണ്ട് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.